ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള മത്തിക്കറിയാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയും പുഴുങ്ങിയ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന, കാണുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറുന്ന തരത്തിലാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല കുറിയ ചാറിൽ എങ്ങനെയാണ് ഇത്ര ടേസ്റ്റായിട്ട് കറി വെക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു 5-8 ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ഞാൻ മിക്സഡ് ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താണ്. ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു അരമുറി തേങ്ങ മിക്സഡ് ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അരമുറി തേങ്ങ മിക്സഡ് ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചാണ്, അതും കൂടി ചേർക്കാം. ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അധികം വെള്ളം ഒഴിക്കാതെ വേണം ഇതേപോലെ അരച്ചെടുക്കാൻ. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഒരു കറിക്കലം വെച്ച് കൊടുക്കുക. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു 5-8 ഉലുവ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വരണം. ഉലുവ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ചേർക്കുക. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റുക. നന്നായിട്ട് ഈ ഉള്ളി മൂപ്പിച്ചെടുക്കണം. അപ്പം മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. അതേപോലെ തന്നെ ഇതേപോലെ കറിക്കലത്തിൻ്റെ അടിയിലൊന്ന് ഒട്ടിപ്പിടിച്ച ഒരു പാകം വരും. അപ്പം നന്നായിട്ടത് മൂത്തിട്ടുണ്ടാവും. ഈ പാകമാണ് നമുക്ക് ആവശ്യം. അപ്പം ഉള്ളിയും അധികം കരിഞ്ഞു പോകരുത്, അതേപോലെ തന്നെ മൂക്കാതെയും ഇരിക്കരുത്. അപ്പോൾ ഈ പാകം ആകുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാണത് അരച്ചത്. അപ്പോൾ ഇതേപോലെ ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനിയിപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ അരപ്പൊന്ന് പറ്റിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഈ അരപ്പൊന്ന് തിളച്ച് വരും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ അരപ്പ് ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇതേപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി വരുമ്പോഴത്തേക്കും ഈ അരപ്പ് നന്നായിട്ടൊന്ന് മൂത്ത് ഒരു മണം വരും. ആ സമയമാണ് ഇതിൻ്റെ പാകം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയും മതി. ഇപ്പോൾ ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. നമുക്ക് ഈ അരപ്പിലേക്ക് നമുക്ക് ആദ്യം മിക്സിയുടെ ജാറ് കഴുകി ഒന്ന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ കുറേ വെള്ളം ഒഴിക്കരുത്. ഇപ്പോൾ ഞാൻ 1/2 കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ എടുക്കുന്ന മത്തിയുടെ അളവിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മത്തി ഒരു 10 മിനിറ്റ് വേകണം. അപ്പോൾ അത് വെന്ത് ഒന്ന് വറ്റി വരണം, കുറുകി വരണം. അപ്പോൾ ആ പാകത്തിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ചെറിയ കഷ്ണം കുടപ്പുളി നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുക. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. സ്റ്റവ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത്. നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല തിളക്കുന്ന അരപ്പിലേക്ക് വേണം നമ്മളത് ചേർത്ത് കൊടുക്കാൻ. എത്ര വലിയ മീനുകൾ നമ്മൾ കഴിച്ചാലും നമുക്ക് മത്തി ഒരു മലയാളികളുടെ വികാരം തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മത്സ്യമാണ് മത്തി അഥവാ ചാള. അപ്പോൾ അതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക. മത്തിക്കൊക്കെ ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ്, നല്ല വിലയാണ്. എന്നാലും അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കറി വെക്കുമ്പോൾ. ഇനി അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ സിമ്മിലിടുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് അനക്കി കൊടുക്കുക, ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. പിന്നെ ഒരു 10 മിനിറ്റിൻ്റെ വേവുണ്ട്. അപ്പോൾ ഒന്ന് അടച്ച് വെക്കാം. ഒന്ന് ചരിച്ച് വെക്കുക. തിളച്ച് പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് ചരിച്ച് വെച്ചിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ വേവ് എല്ലായിടത്തും ഒന്ന് എത്താനും കറിക്ക് സ്വാദ് കൂടാനും ഇതിടയ്ക്ക് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കണം. അപ്പോൾ ഒരു 5-10 മിനിറ്റാണ് നമ്മുടെ കറിയുടെ വേവ്. ഒന്നും കൂടി അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് വെന്തതിന് ശേഷം കറി നോക്കുമ്പോൾ നന്നായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ അധികം വറ്റി കുറുകി പോരുത്. ഈ മൺചട്ടി ആയതുകൊണ്ട് ഇനി ഇതിൽ ഇരുന്ന് തന്നെ ഒന്ന് വറ്റും. ഇത്
നാറിക്കഴിയുമ്പോൾ ഒന്നും കൂടി വറ്റി വരും. അപ്പോൾ ഈ പാകത്തിന് വേണം നമ്മൾ നോക്കേണ്ടത്. ഈ പാകത്തിന് ഇതേപോലെ ഈ പാകമാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. എന്നിട്ട് പിന്നെ അവിടെ ഇരുന്ന് തന്നെ ഒരു 5 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് വറ്റി വരും. അപ്പോൾ ഈ പാകമാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒന്ന് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് കറി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവില്ലേ? എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും നല്ല പുഴുങ്ങിയ കപ്പയുടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. കണ്ടാൽ തന്നെ കൊതി വരുന്ന നല്ല അടിപൊളി കറിയാണ്. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് കൂടി ചെയ്യുക. ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. ചോറിനും ചപ്പാത്തിക്കും കപ്പയ്ക്കൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ വരാം.